ഹായ് ഫ്രണ്ട്സ്, SCRT സോഷ്യൽ സയൻസ് സ്റ്റാൻഡേർഡ് 10 ചാപ്റ്റർ 7 വൈവിധ്യങ്ങളുടെ ഇന്ത്യ പാർട്ട് 3 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഇന്ത്യൻ ഭൂപ്രകൃതിയെ 5ആയി തരംതിരിക്കാം. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ എന്നിവയാണെന്ന്. അതിൽ ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി എന്നിവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് തീരസമതലങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സെൽഫ് സ്റ്റഡി PSC. ഐ ആം രാധിക മണിയൻ. തീരസമതലങ്ങളെ പറ്റി നോക്കാം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്നതാണ് ഇന്ത്യൻ തീരപ്രദേശം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്നതാണ് ഇന്ത്യൻ തീരപ്രദേശം. ഇന്ത്യൻ തീരപ്രദേശത്തിന്റെ ഏകദേശ നീളം 1100 കിലോമീറ്റർ. ഇന്ത്യൻ തീരപ്രദേശത്തിന്റെ ഏകദേശ നീളം 1100 കിലോമീറ്റർ. തീരപ്രദേശത്തിൽ ഉടനീളം കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന വിളകൾ നെല്ല്, തെങ്ങ്. തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനം. ഇന്ത്യയുടെ തീരസമതലത്തെ രണ്ടായി തിരിക്കാം. പടിഞ്ഞാറൻ തീരസമതലമെന്നും കിഴക്കൻ തീരസമതലമെന്നും. പടിഞ്ഞാറൻ തീരസമതലത്തെ പറ്റി നമുക്ക് നോക്കാം. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നു. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. താരതമ്യേന വീതി കുറവായിരിക്കും. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. പടിഞ്ഞാറൻ തീരസമതലത്തെ ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. കിഴക്കൻ തീരസമതലത്തെ പറ്റി നോക്കാം. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. വീതി താരതമ്യേന കൂടുതലാണ്. കോറമാണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാർസ് തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. കിഴക്കൻ തീരസമതലത്തെ കോറമാണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാർസ് തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. ഇതൊക്കെ പ്രീവിയസ് ആണ്, ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. കിഴക്കൻ തീരസമതലത്തിലെ പ്രധാന നദികൾ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി. കിഴക്കൻ തീരസമതലത്തിലെ പ്രധാന നദികൾ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി. തീരസമതലവും കഴിഞ്ഞ് നമുക്ക് അടുത്തതായി ദ്വീപുകളെ പറ്റി നോക്കാം. ആദ്യം ലക്ഷദ്വീപിനെ കുറിച്ച് പഠിക്കാം. കൊച്ചിയിൽ നിന്ന് അറബിക്കടലിലൂടെ ലക്ഷദ്വീപിലേക്കുള്ള ഏകദേശ നീളം 300 കിലോമീറ്റർ. കൊച്ചിയിൽ നിന്ന് അറബിക്കടലിലൂടെ ലക്ഷദ്വീപിലേക്കുള്ള ഏകദേശ നീളം 300 കിലോമീറ്റർ. ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ എണ്ണം 36. പ്രീവിയസ് ആണ്. ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ എണ്ണം 36. ജനവാസമുള്ള ദ്വീപുകൾ 11. ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകൾ ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനി ദ്വീപ്, ചെത്ലാത്ത്, ബിത്ര, കിൽത്താൻ. ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകൾ ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനി ദ്വീപ്, ചെത്ലാത്ത്, ബിത്ര, കിൽത്താൻ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. പ്രീവിയസ് ആണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. ലക്ഷദ്വീപിൻ്റെ പ്രധാന പ്രത്യേകതകൾ ലഗൂൺ, പവിഴപ്പുറ്റ്, മണൽ തീരങ്ങൾ. ലക്ഷദ്വീപിൻ്റെ പ്രധാന പ്രത്യേകതകളാണ് ലഗൂൺ, പവിഴപ്പുറ്റ്, മണൽ തീരങ്ങൾ. ലക്ഷദ്വീപിലെ പ്രധാന വരുമാന മാർഗങ്ങൾ മത്സ്യബന്ധനം, വിനോദസഞ്ചാരം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ പറ്റി നോക്കാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന കടൽ ബംഗാൾ ഉൾക്കടൽ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന കടൽ ബംഗാൾ ഉൾക്കടൽ. ആൻഡമാനിലെ ദ്വീപുകളുടെ ഏകദേശ എണ്ണം 200. നിക്കോബാറിലെ ദ്വീപുകളുടെ എണ്ണം 19. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ബാരൻ ദ്വീപ്. ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആൻഡമാൻ. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിന്റ്. ഇനി നമുക്ക് കാലാവസ്ഥ നോക്കാം. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇത് നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം.
ഇന്ത്യയിലെ ഋതുക്കളെ പറ്റി നോക്കാം. ഇന്ത്യയിലെ ഋതുക്കളെ പൊതുവായി 4ആയി തരംതിരിക്കാം. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, മൺസൂണിൻ്റെ പിൻവാങ്ങൽ. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. ശൈത്യകാലത്തെ പറ്റി നോക്കാം. ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. സൂര്യൻ്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിൽ ശൈത്യം അനുഭവപ്പെടുന്നത്. ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രികാലങ്ങളിൽ ശൈത്യവും അനുഭവപ്പെടുന്നു. ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രികാലങ്ങളിൽ ശൈത്യവും അനുഭവപ്പെടുന്നു. മണാലി, ഷിംല തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച സർവ്വസാധാരണമാണ്. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുന്നു. ഇത് ഉത്തര സമതല പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. ഈ മഴ ശൈത്യകാല വിളകൾക്ക് ഏറെ പ്രയോജനകരമാണ്. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ശൈത്യകാലത്തിൻ്റെ പ്രത്യേകതയാണ്. പ്രീവിയസ് ഇയർ ആണ്. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ശൈത്യകാലത്തിൻ്റെ പ്രത്യേകതയാണ്. പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിലെത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ജെറ്റ് പ്രവാഹങ്ങളാണ്. ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായ വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ. ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായ വായുപ്രവാഹങ്ങളാണ് ജെറ്റ് പ്രവാഹങ്ങൾ. ഉഷ്ണകാലം നോക്കാം. മാർച്ച് മുതൽ ജൂൺ വരെയാണ് ഉഷ്ണകാലം. ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയായിരുന്നു. ഉഷ്ണകാലം മാർച്ച് മുതൽ ജൂൺ വരെ. സൂര്യൻ്റെ ഉത്തരായന കാലത്താണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം ബാമർ. രാജസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് ബാമർ. ഉഷ്ണകാലത്ത് വീശുന്ന ചില പ്രാദേശിക വാദങ്ങൾ ലോ, മാംഗോ ഷവേഴ്സ്. ഉഷ്ണകാലത്ത് വീശുന്ന ചില പ്രാദേശിക വാദങ്ങളാണ് ലോ, മാംഗോ ഷവേഴ്സ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽ ബൈശാഖി. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽ ബൈശാഖി. കാൽ ബൈശാഖിയുടെ പ്രധാന സവിശേഷതകൾ അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയുമാണ് കാൽ ബൈശാഖിയുടെ പ്രധാന സവിശേഷത. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെ പറ്റി നോക്കാം. ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ശക്തമായ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. ഇന്ത്യൻ സമുദ്രത്തിനു മുകളിൽ താരതമ്യേന ഉയർന്ന മർദ്ദം നിലനിൽക്കുന്നതിനാൽ ഇത് തെക്കുനിന്ന് വടക്കോട്ട്, അതായത് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശാനിടയാക്കുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ ഈ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ട് തിരിയുന്നതിനാൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റുകളായി ഇന്ത്യയിൽ എത്തിച്ചേരുന്നു. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി കാരണം തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റ് 2 ശാഖകളായി പിരിഞ്ഞ് കരയിലേക്ക് പ്രവേശിക്കുന്നു. അറബിക്കടൽ ശാഖ, ബംഗാൾ ഉൾക്കടൽ ശാഖ എന്നിവയാണ്. അറബിക്കടൽ ശാഖയെപ്പറ്റി നോക്കാം. ജൂൺ ആരംഭത്തോടെ കേരള തീരത്തിലെത്തുന്ന അറബിക്കടൽ ശാഖ കേരളത്തിൽ വ്യാപകമായി മഴ നൽകുന്നു. വ്യാപക മഴയെ തുടർന്ന് കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് കടക്കുകയും അവിടെ കനത്ത മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഗുജറാത്തിലൂടെ രാജസ്ഥാനിൽ പ്രവേശിക്കുന്ന ഈ മൺസൂൺ ശാഖ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാനിൽ വിരളമായി മാത്രമേ മഴ ലഭ്യമാകുന്നുള്ളൂ. ബംഗാൾ ഉൾക്കടൽ ശാഖയെപ്പറ്റി നോക്കാം. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കൂടുതൽ ഈർപ്പം ആഗിരണം ചെയ്ത് മുന്നേറുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ സുന്ദരവനം ലെറ്റ്ല പിന്നിട്ട് പശ്ചിമ ബംഗാളിൽ പ്രവേശിക്കുകയും 2ആയി പിരിയുകയും ചെയ്യുന്നു. ഒരു ശാഖ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എത്തി വലിയ തോതിൽ മഴയ്ക്ക് കാരണമാകുന്നു. ബംഗാൾ മേഖലയിലൂടെ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന 2ാമത്തെ ശാഖ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മഴ നൽകുന്നു. പഞ്ചാബ് സമതലത്തിൽ വച്ച് അറബിക്കടൽ ശാഖയുമായി കൂടിച്ചേർന്ന് വടക്കോട്ട് നീങ്ങുന്ന ഈ മൺസൂൺ കാറ്റുകൾ ഹിമാലയത്തിൻ്റെ അടിവാര മേഖലയിൽ കനത്ത മഴ നൽകുന്നു. അടുത്തത് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം നമുക്ക് നോക്കാം. ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം.
സെപ്റ്റംബർ പിന്നിടുന്നതോടെ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം ചെയ്യുന്നതിനാൽ ഇന്ത്യയുടെ ഉത്തര സമതല പ്രദേശത്ത് കനത്ത ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിനു മുകളിൽ താരതമ്യേന കുറഞ്ഞ മർദ്ദം ആയതിനാൽ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തു നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുന്നു. വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്ന ഈ കാറ്റുകൾ വരണ്ട കാറ്റുകളായതിനാൽ ഇത് ഇന്ത്യയിൽ പൊതുവെ മഴയുണ്ടാകുന്നില്ല. വടക്കു കിഴക്കൻ മൺസൂൺ കാലമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലം വാസ്തവത്തിൽ മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ഒരിടവേളയാണ്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്തെയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഇന്ത്യയൊട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളെ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസം ഒക്ടോബർ ചൂട് എന്ന പേരിൽ അറിയപ്പെടുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്താൽ ആകർഷിക്കപ്പെട്ട് കരയിൽ നിന്ന് കടലിലേക്ക് നീങ്ങുന്ന കാറ്റുകൾ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഈർപ്പം ആഗിരണം ചെയ്ത് വടക്ക് കിഴക്ക് തെക്കു പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്നതിനാൽ ഇന്ത്യയുടെ കോറമാണ്ടൽ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട് തീരത്ത് കനത്ത മഴയ്ക്ക് കാരണമാകുന്നു. ഇതാണ് തമിഴ്നാടിൻ്റെ പ്രധാന മഴക്കാലം. കേരളം, കർണാടകത്തിൻ്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും വടക്കു കിഴക്കൻ മൺസൂൺ മഴ ലഭിക്കാറുണ്ട്. കേരളം, കർണാടകത്തിൻ്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും വടക്കു കിഴക്കൻ മൺസൂൺ മഴ ലഭിക്കാറുണ്ട്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന പാഠഭാഗം അത്യാവശ്യം വലിയ ഒരു ചാപ്റ്റർ ആയതിനാൽ 3 പാർട്ടായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പാഠപുസ്തകത്തിലെ കാര്യങ്ങളെല്ലാം വിടാതെ തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പാർട്ട് 1ഉം 2ഉം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ലിങ്ക് കാർഡായിട്ട് മുകളിൽ കൊടുക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്ത കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ലൈക്കും കമൻറ്റും ഇടാൻ മറന്നു പോകരുതേ. പുതിയ ക്ലാസ്സുകളുമായി കാണുന്നവരേക്കും താങ്ക് യു ഫ്രണ്ട്സ്. ടേക്ക് കെയർ.